ഡൽഹി മദ്യനയക്കേസിൽ ഇ.ഡി. കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഭരണനിർവഹണം തുടർന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കി. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പ്രവർത്തകർ അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വസതി വളയും. മാർച്ചിന് അനുമതിയില്ല എന്ന് പോലീസ് അറിയിച്ചെങ്കിലും പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ആം ആദ്മി പാർട്ടി. പട്ടേൽ ചൌക്കിലെ ആം ആദ്മി ഓഫീസിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ആർ രാധാകൃഷ്ണനും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, എന്താണ് കേജ്രിവാളിന്റെ പുതിയ ഉത്തരവ്? എന്താണ് അതിൽ പറയുന്നത്? വേണു, ഡൽഹിയിലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കേജ്രിവാളിന്റെ രണ്ടാമത്തെ ഉത്തരവ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലെ വിശദാംശങ്ങൾ എന്താണ്, ഉത്തരവിന്റെ ഉള്ളടക്കം, എന്ത് നിർദ്ദേശമാണ് കേജ്രിവാൾ നൽകിയിരിക്കുന്നത് എന്ന് വിശദീകരിക്കുന്നതിനായി മന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിലാകും ആദ്യ ഉത്തരവിന് സമാനമായി തന്നെ എന്താണ് കേജ്രിവാൾ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്ന് വിശദീകരിക്കുക. അതേസമയം അസാധാരണമായ നടപടി തന്നെയാണ് ഈ രണ്ടാമത്തെ ഉത്തരവിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ജയിലിൽ നിന്നുള്ള കേജ്രിവാളിന്റെ ആദ്യ ഉത്തരവ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജയിലിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയാതിരിക്കുന്ന കേജ്രിവാൾ എങ്ങനെ പ്രിന്റ് ചെയ്ത ഒരു ഉത്തരവ് പുറത്തേക്ക് അയച്ചു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. BJP ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഉത്തരവ് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രണ്ടാമത്തെ ഉത്തരവും ദിവസങ്ങൾക്കകം തന്നെ കേജ്രിവാൾ അയക്കുന്നത് ജയിലിൽ നിന്നും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. അത് ഈ പ്രധാനമായും ആദ്യ ഉത്തരവിൽ ജനങ്ങളുമായി നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, ജലവിതരണമാണ് തടസ്സപ്പെടാതെ നോക്കണമെന്നും കൂടുതൽ ടാങ്കറുകൾ വിന്യസിക്കണം എന്നുമായിരുന്നു കേജ്രിവാൾ ആവശ്യപ്പെട്ടത്. രണ്ടാമത്തെ ഉത്തരവിലും സമാനമായി ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തുടർച്ചയായുള്ള രണ്ടാമത്തെ ഉത്തരവും. ഈ ജയിലിൽ നിന്നും ഭരണം സാധ്യമാണ് എന്നും ഒരു SMS-ലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെയോ പോലും ഉത്തരവ് ഇറക്കാനാകുന്നതാണ് എന്നുമാണ് ആം ആദ്മി പാർട്ടി ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. വേണു, ശരി. ആർ രാധാകൃഷ്ണനും ചേരുന്നു. രാധാകൃഷ്ണൻ, എപ്പോഴാണ് ആപ്പിന്റെ പ്രതിഷേധം? എങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്? പോലീസ് ഈ പ്രതിഷേധത്തെ നേരിടാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ എടുത്തിരിക്കുന്നു? വേണു, സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു പോലീസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ആം ആദ്മി പ്രവർത്തകരുടെ ഈ പ്രതിഷേധം ഏത് രൂപത്തിൽ, എവിടെയൊക്കെ എന്ന വിധത്തിൽ പ്രവചനാതീതമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ ITOയിലടക്കം ഉണ്ടായ പ്രതിഷേധങ്ങൾ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ വസതി, സാധാരണഗതിയിൽ ആ മേഖല ആരും പ്രതിഷേധത്തിന് ഇടമാക്കുന്ന ഒരു സ്ഥലമല്ല. ജന്തർ മന്ദർ, പരമാവധി ITO അങ്ങനെയുള്ള മേഖലകളിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമന്ത്രിയുടെ വസതി വളയും എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ പ്രഖ്യാപനം. ഇതിന് മുൻകരുതൽ എന്ന രീതിയിൽ തന്നെ പോലീസ് പലയിടങ്ങളിലും ഇപ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനുകളെല്ലാം, അവിടെ നിന്ന് ഉള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പല മെട്രോ സ്റ്റേഷനുകളിലും വളരെ ശക്തമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ആളുകളെ കയറ്റി വിടുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ വസതി ഉൾപ്പെടുന്ന മേഖലകളിൽ പ്രധാനമന്ത്രിയുടെ വസതി മാത്രമല്ല, മറ്റ് പല പ്രധാനപ്പെട്ട മന്ത്രിമാരുടെയും അമിത്ഷാ അടക്കമുള്ളവരുടെ വസതികൾ അതിന് സമീപത്തായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷാ ദൗത്യം ഡൽഹി പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ആം ആദ്മി പ്രവർത്തകർ അവർ പ്രവർത്തകരാണ് അഥവാ സമരത്തിന് വന്നവരാണ് എന്ന് പ്രഖ്യാപിച്ചല്ല അവിടങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ എത്തുന്ന ആളുകൾ ഒരിടത്ത് എത്തുകയും പിന്നീട് സംഘടിച്ച് പ്രതിഷേധ രൂപത്തിൽ ചില നടപടികളിലേക്ക് കടക്കുകയും ചെയ്താൽ അത് പോലീസിന് വലിയ വെല്ലുവിളിയായിരിക്കും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. പോലീസിന് പുറമെ അർദ്ധസൈനിക വിഭാഗത്തെയും ദ്രുതകർമ്മ സേനയും ഒക്കെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് അടിയന്തരമായിട്ടുള്ള സാഹചര്യവും നേരിടാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയെന്ന് ഡൽഹി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടി പറയുന്നത് തങ്ങൾ പ്രഖ്യാപിച്ച സമരപരിപാടികളിൽ ഉറച്ചു നിൽക്കും, മുന്നോട്ട് പോകും, ആ ലക്ഷ്യം തങ്ങൾ കൈവരിക്കും എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആം ആദ്മി പാർട്ടിയുടെ സമരത്തിന് സമാന്തരമായിട്ട് BJPയും ഇപ്പോൾ പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി ഗേറ്റിൽ നിന്ന്
ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് ഈ അരവിന്ദ് കെജ്രിവാൾ ഉത്തരവുകളടക്കം ഇറക്കിക്കൊണ്ട് ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നു, നിയമത്തെ നോക്കുകുത്തിയാക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടും പല മേഖലകളിൽ പോലീസ് ഇതിനു വേണ്ടിയിട്ടുള്ള വിന്യാസങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഗതാഗതം, ഇപ്പോൾ ഇത് ITOയിലെ കാഴ്ചയാണ്, പലയിടങ്ങളിലും ഗതാഗതം അടുത്ത മണിക്കൂറിൽ ഒരുപക്ഷെ ഈ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യവും കൂടി കാണാൻ സാധിക്കുന്നു. ഈ രണ്ട് പ്രതിഷേധ സ്ഥലങ്ങളും അവിടെ വളരെ കൃത്യമായിട്ട് തടയുക, വാഹന ഗതാഗതം അടക്കമുള്ളവ നിയന്ത്രിക്കുക, കൂടുതൽ ആളുകൾ എത്തുന്നത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. നമുക്കറിയാം, മുൻപ് ഈ കർഷക സമരം നടന്ന ഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ വാഹന ഗതാഗതം തടസ്സമാകുന്ന രീതിയിലൊക്കെ എത്തിയിരിക്കുന്നു. പലയിടങ്ങളിലും പരസ്പരം വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ച് ഈ പ്രക്ഷോഭങ്ങൾ അവിടുത്തെ ഒരു ദൈനംദിന ജീവിതത്തെ, ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന വിധത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഈ സമരങ്ങൾ വളരെ വലിയ രീതിയിലേക്ക് എത്തിയാൽ അത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഈ ITOയിൽ തന്നെ പലയിടങ്ങളിലും വാഹനങ്ങൾ ഇതിന് യുക്തമാകുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ITOയിലെ ഒരു മേഖലയിൽ നിന്നുള്ള വാഹനം ഇതിനകം തടഞ്ഞിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ നിന്ന് ITO വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയെ സംബന്ധിച്ച് ഈ വാഹന ഗതാഗതത്തിന്റെ കാര്യത്തിൽ. അതടക്കമുള്ള വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അല്പ സമയത്തിനകം രണ്ട് ഇടങ്ങളിലും പട്ടേൽ ചൗക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ഡൽഹി ഗേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് BJP പ്രവർത്തകരും നഗരം ലക്ഷ്യമായിട്ട് വരുമ്പോൾ നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന മണിക്കൂറുകളായിരിക്കും ഇനി ഉണ്ടാവുക. വേണു. രാധാകൃഷ്ണൻ, ഇപ്പോൾ നേതാക്കന്മാർ ആപ്പിന്റെ എന്ത് സൂചനയാണ് നൽകുന്നത്? പ്രത്യേകിച്ചും ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ, മാത്രവുമല്ല പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ വസതി വളയുക എന്നതൊക്കെ സാധ്യമാകുമോ? വേണു, തീർച്ചയായിട്ടും തങ്ങളെ കൊണ്ട് അതിന് സാധിക്കും എന്നാണ് ആം ആദ്മി നേതാക്കന്മാർ അവകാശപ്പെടുന്നത്. കാരണം ഡൽഹിയിലെ ജനങ്ങളുടെ വികാരം തങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് ഏത് വിധത്തിൽ നിരോധന ഉത്തരവുകൾ ഇറക്കിയാലും അഥവാ 144 അടക്കം പ്രഖ്യാപിച്ചാലും തങ്ങൾക്ക് അഥവാ ജനങ്ങൾക്ക് അവിടേക്ക് എത്താനും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാനും സാധിക്കും. തങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതി വളയും എന്ന ഒരു പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ഇനി അഥവാ വളരെ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് ആം ആദ്മി പ്രവർത്തകരെ അനുവദിച്ചില്ല എങ്കിൽ പോലും അവർക്ക് പ്രതീകാത്മകമായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ, ഈ പട്ടേൽ ചൗക്ക് അടക്കമുള്ള ഇടങ്ങളിൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന വ്യാപ്തി ഒക്കെ വളരെ വലുതായിരിക്കും. ഈ പ്രത്യേകിച്ച് ഈ ജന്തർ മന്ദർ കടന്ന് പ്രതിഷേധം പോവുക എന്നുള്ളത് ഡൽഹി പോലീസിനെ സംബന്ധിച്ച് ഇനി പ്രധാനമന്ത്രിയുടെ വസതി വളഞ്ഞില്ലെങ്കിൽ പോലും അത് ഒട്ടും നല്ല ഒരു സന്ദേശം നൽകുന്നതല്ല. അഥവാ ഡൽഹി പോലീസിന് അവരുടെ ഒരു ദൗത്യത്തിന് അതൊരു വെല്ലുവിളിയായി തന്നെ മാറുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അത് ആം ആദ്മിയെ സംബന്ധിച്ച് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ജനവികാരം അത്ര ശക്തമാണ് എന്ന വിധത്തിലേക്കാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ വനിതാ RAF അംഗങ്ങൾ അടക്കമുള്ളവർ പല മേഖലകളിലേക്കും എത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടങ്ങളിൽ എത്തി കർശനമായിട്ടുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. ഏതു സാഹചര്യവും അതിൽ ഈ വനിതാ പ്രവർത്തകരുടെ ഒരു പങ്ക് ഇന്നത്തെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ആം ആദ്മി പാർട്ടി കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വനിതാ പ്രവർത്തകരെ കൊണ്ടുവന്നാൽ വനിതാ പ്രവർത്തകരുടെ എണ്ണം കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ കൂടുതൽ ശക്തമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിക്കും എന്നാണ് അവർ കരുതുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പല മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലായിടങ്ങളിലും ഓരോ മിനിറ്റ് കഴിയുന്തോറും എല്ലായിടങ്ങളിലും വളരെ കർശനമായിട്ട് വാഹനങ്ങൾ അടക്കം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഡൽഹി പോലീസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ ഉണ്ടായിരുന്ന ഒരു വാഹനങ്ങളൊക്കെ അകത്തേക്ക് വിടുന്ന ഒരു രീതി പോലും മാറ്റിക്കൊണ്ട് വാഹനങ്ങളൊക്കെ തടയുക, ഈ സമരം കഴിയുന്നത് വരെ അല്ലെങ്കിൽ സമരക്കാരെ നിയന്ത്രിക്കുന്നത് വരെ എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വേണു. ശരി, ബൽറാം നെടുങ്ങാടിയും തുടരുന്നുണ്ട്. ബൽറാം, 31-ാം തീയതിയാണ് ഇന്ത്യ സഖ്യം റാലി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുവരെ എല്ലാ ദിവസവും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു രാഷ്ട്രീയ തീരുമാനം ആപ്പ് നേതൃത്വത്തിനുണ്ടോ? കൂടാതെ ഈ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് ഇഡി പറയുമ്പോൾ അത് കൂസാതെ കെജ്രിവാൾ മുന്നോട്ട് പോകുന്നത് വഴി നൽകുന്ന സന്ദേശവും എന്താണ്?
വേണു, കൃത്യമായും ഈ സാഹചര്യത്തെ ഏത് തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഈ കത്തിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും കാണിച്ചു തരുന്നത്. കെജ്രിവാൾ ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു അഴിമതി കേസിൽ അറസ്റ്റിലായിരിക്കുന്നു മുഖ്യമന്ത്രി. ജയിലിലിരിക്കുമ്പോഴും ആം ആദ്മി പാർട്ടി നടപ്പാക്കിയ വികസന പദ്ധതികൾ, ആം ആദ്മി പാർട്ടിയുടെ ജനക്ഷേമ പദ്ധതികൾ അത് വീണ്ടും സമൂഹ മധ്യത്തിൽ ചർച്ചയാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രണ്ട് ഉത്തരവുകളിലൂടെയും കെജ്രിവാൾ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഉത്തരവിൽ ഡൽഹിയിലെ ജലവിതരണമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഉത്തരവിൽ മൊഹല്ല ക്ലിനിക്കുകളിൽ സൗജന്യ മരുന്നും ചികിത്സയും ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് കെജ്രിവാൾ നൽകിയിരിക്കുന്നത്. ഈ ആശയം മൊഹല്ല ക്ലിനിക്കുകൾ എന്ന ഓരോ കിലോമീറ്ററിലും ഇത്തരത്തിലുള്ള പരിശോധനാ കേന്ദ്രങ്ങൾ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് കെജ്രിവാളാണ്. അത് ഡൽഹിയിൽ വിജയകരമായി നടപ്പാക്കുകയും തുടർ ഭരണത്തിന് വഴിവെക്കുകയും ചെയ്തു. ഇത് ചർച്ചയാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു അഴിമതിക്കാരൻ എന്ന പ്രചരണം BJP നടക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കെജ്രിവാൾ അഴിമതിക്കാരനല്ല, മറിച്ച് രാഷ്ട്രീയ പ്രേരിതമാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്, അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തെളിയിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതിനായുള്ള പ്രചരണമാണ് നടക്കുന്നത്. 31-ന് സംയുക്തമായി കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നടത്തുന്ന നടപടികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഷേധമെങ്കിൽ കെജ്രിവാളിന്റെ കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എത്ര നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പോലീസ് ആകട്ടെ മുൻപ് നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം തന്നെ ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ പട്ടേൽ ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ളതാണ്. മെട്രോ സ്റ്റേഷന്റെ ഈ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഈ പട്ടേൽ ചൗക്കിൽ നിന്നാണ് ഇന്ന് പ്രതിഷേധ റാലി അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിന് തൊട്ട് സമീപമുള്ള സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റുകളും അടച്ചിരിക്കുന്നു. ആളുകൾക്ക് ഇവിടെ ഇറങ്ങി പുറത്തേക്ക് വരാനാകില്ല. ഇതിലൂടെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ മെട്രോയിൽ എത്തി ഇവിടെ സമ്മേളിക്കുന്നത് തടയാനാണ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപമുള്ള ലോക് കല്യാൺ മാർഗ് മെട്രോ സ്റ്റേഷന്റെ ഗേറ്റും ഇതുപോലെ തന്നെ പോലീസ് അടച്ചിട്ടുണ്ട്. കനത്ത പോലീസ് വിന്യാസം ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. പട്ടേൽ ചൗക്ക് അതീവ തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ്. തൊട്ടടുത്താണ് MP-മാരുടെ താമസ സ്ഥലങ്ങളുണ്ട്. കൂടാതെ ഈ പാർലമെന്റ് സ്ട്രീറ്റ് തൊട്ടടുത്ത് തന്നെയാണ് പാർലമെന്റ് സ്ട്രീറ്റ് ഉള്ളത്. ഈ പട്ടേൽ ചൗക്കിൽ ഒത്തുകൂടി ഇവിടെ നിന്നും തുഗ്ലക് മാർഗ് വഴി ലോക് കല്യാൺ മാർഗ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 റോഡുകളിൽ തുഗ്ലക് മാർഗ് അടക്കമുള്ള 3 റോഡുകളിൽ പോലീസ് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് ചുറ്റും 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിന് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതോടുകൂടിയാണ് സമ്മേളിക്കാൻ അവിടെ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആം ആദ്മി പാർട്ടി പ്രതിഷേധം പാർലമെന്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് കുറച്ചുകൂടി അടുത്തുള്ള ഈ പട്ടേൽ ചൗക്കിലേക്ക് മാറ്റിയത്. എങ്ങനെ ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇവിടെ സമ്മേളിക്കാനും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനും കഴിയും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വേണു സൂചിപ്പിച്ചതുപോലെ കെജ്രിവാൾ 21-ന് രാത്രി അറസ്റ്റിലായി. അന്ന് രാത്രി മുതൽ ആരംഭിച്ച പ്രതിഷേധങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ. ഡൽഹിയിൽ പലയിടങ്ങളിൽ പല തരത്തിലുള്ള പ്രതിഷേധം സ്ത്രീകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി നടത്തി വരികയാണ്. പോലീസും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിനെ കൂടാതെ ദ്രുതകർമ്മസേന, കേന്ദ്രസേന അടക്കമുള്ളവർ ഈ മേഖലകളിലെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ആം ആദ്മി പാർട്ടി രാഷ്ട്രീയമായി ഈ സാഹചര്യത്തെ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യം വെച്ചുള്ള നീക്കം നടത്തുന്നു. ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ കെജ്രിവാളിന്റെ രണ്ടാമത്തെ ഉത്തരവ് വ്യക്തമാക്കിക്കൊണ്ട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മന്ത്രി സൗരഭ് ഭരദ്വാജ് പറഞ്ഞത് ED കസ്റ്റഡിയിൽ കഴിയുമ്പോഴും ഡൽഹിയിലെ ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കെജ്രിവാളിന് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉറപ്പാക്കുന്നതിനായി ഈ മൊഹല്ല ക്ലിനിക്കുകളിലെ ആരോഗ്യ പ്രവർത്തന സാഹചര്യങ്ങൾ വിലയിരുത്തണമെന്നും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും സൗജന്യ മരുന്നും ചികിത്സയും ഉറപ്പുവരുത്തണമെന്നുമുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് എന്നും ആം ആദ്മി പാർട്ടി വിശദീകരിക്കുന്നത്. ശരി, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ വസതി വളയാനാണ് ആഹ്വാനം. വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടിയും R രാധാകൃഷ്ണൻ നൽകിയത്.